സന്ധി സംഭാഷണത്തിന് പോയ കൃഷ്ണൻ കൗരവസഭയിലുണ്ടായ സംഭവങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഇത് കേട്ട് യുധിഷ്ഠിരൻ തൻ്റെ അനുജന്മാരെ നോക്കി ഇപ്രകാരം പറഞ്ഞു: സഹോദരന്മാരെ, കൃഷ്ണൻ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടുവല്ലോ. ഇനി യുദ്ധമല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. കൃഷ്ണനും അതുതന്നെ സമ്മതിക്കുന്നു. അതുകൊണ്ട് സൈന്യങ്ങളെയെല്ലാം തയ്യാറാക്കി നിർത്തുക. 7 അക്ഷൗഹിണികളാണല്ലോ നമുക്കുള്ളത്. ഓരോ അക്ഷൗഹിണിക്കും വേണ്ട നായകന്മാർ ആരെല്ലാമെന്ന് നിശ്ചയിക്കണം. സർവ്വസൈന്യാധിപനായി ഒരാൾ വേണം. അത് ആരാണ് വേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ചു പറയുക. ഓരോരുത്തരും ഓരോ പേരുകളാണ് പറഞ്ഞത്. സഹദേവൻ വിരാടരാജാവിൻ്റെയും, നകുലൻ ദ്രുപദരാജാവിൻ്റെയും, അർജുനൻ ദൃഷ്ടദ്യുമ്നൻ്റെയും, ഭീമസേനൻ ശിഖണ്ഡിയുടെയും പേരുകൾ നിർദ്ദേശിച്ചു. എന്നിട്ട് അവരുടെ ശക്തിയെപ്പറ്റി പുകഴ്ത്തിപ്പറയുകയും ചെയ്തു. എല്ലാം കേട്ടതിന് ശേഷം യുധിഷ്ഠിരൻ പറഞ്ഞു: ശരി, ഇവരിൽ ആരെയാണ് സർവ്വസൈന്യാധിപനാക്കേണ്ടതെന്ന് ശ്രീകൃഷ്ണൻ തീരുമാനിക്കട്ടെ. കൃഷ്ണനാണ് നമ്മുടെ വിജയശില്പി. അതുകൊണ്ട് കൃഷ്ണൻ പറയുന്ന ആളെ പറ്റി ആർക്കും എതിരഭിപ്രായം ഉണ്ടാവുകയില്ല.